100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഇന്ത്യൻ റെയിൽവേയുടെ പുതുവത്സര സമ്മാനമായി ഷൊർണൂർ നിലമ്പൂർ ലൈനിൽ ഇലക്ട്രിക് വണ്ടികൾ ഓടിത്തുടങ്ങി. ഇലക്ട്രിക് എഞ്ചിനുമായി ഗുഡ്സ് ട്രെയിൻ ചൊവ്വാഴ്ച പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു. പരീക്ഷണ ഓട്ടം വിജയിച്ചതോടെയാണ് ബുധനാഴ്ച മുതൽ എല്ലാ വണ്ടികളും ഇലക്ട്രിക് ലോക്കോയുമായി ഓടിയത്. മേലാറ്റൂരിലെ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ തിങ്കളാഴ്ച ചാർജ് ചെയ്തതോടെയാണ് വൈദ്യുതീകരണത്തിന്റെ അവസാന നടപടികൾ പൂർത്തിയായത്. 66 കിലോമീറ്റർ പാതയും അങ്ങാടിപ്പുറം, വാണിയമ്പലം, നിലമ്പൂർ യാർഡുകളുമടക്കം 70 കിലോമീറ്റർ വൈദ്യുതീകരിക്കാൻ 1300 തൂണുകളാണ് സ്ഥാപിച്ചത്. ഈ തൂണുകളിലൂടെ കാൻറിലിവർ രീതിയിലാണ് വൈദ്യുതി കമ്പികൾ സ്ഥാപിച്ചിട്ടുള്ളത്. വാടാനംകുറിശി, അങ്ങാടിപ്പുറം, വാണിയമ്പലം എന്നിവിടങ്ങളിലാണ് സ്വിച്ചിംഗ് സംവിധാനമുള്ളത്. ഏകദേശം 110 കോടിയാണ് ചെലവ്. ഇനി 1 മണിക്കൂർ 10 മിനിറ്റിനകം ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലെത്താം. ഇതുവരെ 1.35 മിനിറ്റായിരുന്നു സമയദൈർഘ്യം. വൈദ്യുത വണ്ടികൾ ഓടിത്തുടങ്ങിയാൽ പുതിയ സർവീസുകൾ വരുമെന്നും യാത്രക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന വിധം സമയം ക്രമീകരിക്കുമെന്നുമുള്ള പ്രതീക്ഷകൾ സഫലമാകാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. പുതിയ റെയിൽവേ ടൈം ടേബിളിൽ സമയക്രമത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പല പാസഞ്ചറുകളും 5 മിനിറ്റാണ് വ്യത്യാസം. 2:05 ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടിരുന്ന പാസഞ്ചർ 2:20 മാറ്റിയത് കോയമ്പത്തൂരിൽ നിന്നുള്ള മെമു സർവീസിന് കണക്ഷൻ ലഭിക്കും എന്നതാണ് ചെറിയൊരു ആശ്വാസം. രാത്രി 8:10 പുറപ്പെട്ടിരുന്ന പാസഞ്ചർ 8:15 മാറ്റി. 9:55 നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ടിരുന്ന പാസഞ്ചർ കുറച്ചു നേരത്തെ പുറപ്പെടണമെന്ന ആവശ്യം പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല 10:10 സമയം മുന്നോട്ടാക്കി. ഈ വണ്ടി നിലമ്പൂരിൽ നിന്ന് നേരത്തെ പുറപ്പെട്ടാൽ ഒട്ടേറെ ജോലിക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.